ലോകത്തെ കാത്തിരിക്കുന്നത് വളരെ വലിയൊരു മഹാമാരിയാണ്. പുതിയ പഠനങ്ങൾ അനുസരിച്ച് 83% ഇന്ത്യക്കാരിൽ ഇതുണ്ട്. ഒരു വൈറൽ പനി വന്നാൽ ആന്റിബയോട്ടിക് ചികിത്സ കൊണ്ട് ആ പനി മാറുമോ? പലർക്കും ഈ സത്യം അറിയില്ല. ആന്റിബയോട്ടിക്കുകൾ വൈറസ് കൊണ്ടുണ്ടാകുന്ന അസുഖങ്ങളെ ചികിത്സിക്കാനുള്ളതല്ല. ആന്റിബയോട്ടിക്കുകൾ ബാക്ടീരിയ കൊണ്ടുണ്ടാകുന്ന അസുഖങ്ങളെ ചികിത്സിക്കാനുള്ളതാണ്. എന്നാൽ നമ്മൾ എന്തിനും ഏതിനും ആന്റിബയോട്ടിക് വലിച്ചു വാരിത്തിന്നുന്ന ഒരു സമൂഹമാണ്. ആരോഗ്യമുള്ള ഒരു വ്യക്തിക്ക് ഒരു അസുഖം വന്നാൽ 2 ദിവസം റെസ്റ്റ് എടുക്കുക. അത് കഴിഞ്ഞും അസുഖം മാറിയില്ലെങ്കിൽ ആശുപത്രികളിൽ പോയി പരിശോധിക്കുക. പരിശോധിച്ച് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണെങ്കിൽ മാത്രമേ ആന്റിബയോട്ടിക്കുകൾ കഴിക്കാവൂ. പരിശോധനയിലൂടെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ് എന്ന് സ്ഥിരീകരിച്ചാൽ നിങ്ങൾക്ക് തരുന്ന ആന്റിബയോട്ടിക് കോഴ്സ് പൂർത്തിയാക്കണം. പകുതി വെച്ച് നിർത്തിയാൽ ഈ ബാക്ടീരിയകൾ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് നേടിയെടുക്കും. ആന്റിബയോട്ടിക് ഫലിക്കാതാകും. ആന്റിബയോട്ടിക്കിനെ പുറന്തള്ളാനുള്ള മാർഗങ്ങൾ ഈ ബാക്ടീരിയകൾ കണ്ടെത്തും. അവരുടെ DNA-യിൽ മാറ്റങ്ങളുണ്ടാവും. അങ്ങനെ ആന്റിബയോട്ടിക് ഫലിക്കാതെയാവും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ട്യൂബർക്കുലോസിസ് പോലുള്ള മാരകമായ അസുഖങ്ങൾ ചികിത്സിക്കാൻ പറ്റാതെയാകും. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജനങ്ങളെ അത് ബാധിക്കും. അതുകൊണ്ട് അനാവശ്യമായി ഈ മരുന്നുകൾ കഴിക്കാതിരിക്കുക. ബാക്ടീരിയൽ ഇൻഫെക്ഷൻസും വൈറൽ ഇൻഫെക്ഷൻസും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുക. ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് നേടിയെടുത്ത സൂപ്പർ ബഗുകളുടെ എണ്ണം ഇന്ത്യയിൽ കൂടി വരികയാണ്. നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസം പരാജയപ്പെടുന്ന ഇവിടെയാണ്. നമ്മൾ ആവശ്യമില്ലാതെ എന്തൊക്കെയോ പഠിക്കുകയാണ്. പക്ഷേ മനുഷ്യന്റെ ആരോഗ്യ സംരക്ഷണത്തിനും മനുഷ്യന്റെ ജീവിതത്തിന് ആവശ്യമായ കാര്യങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നില്ല. നമ്മളുടെ സിസ്റ്റം മാറണം. നിങ്ങളെല്ലാവരും ഈ വിവരം അറിയുക. അനാവശ്യമായി മരുന്നുകൾ കഴിക്കരുത്. അത് ഗുണത്തേക്കാൾ ഉപരി ദോഷം ചെയ്യുകയുള്ളൂ.